അതിപീഡക നായകനായ മന്ത്രി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് ഉടനെ പുറത്താക്കാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തയ്യാറാകണം എന്ന് തന്നെയാണ് മഹിളാ കോൺഗ്രസിന് പറയുവാനുള്ളത്. ഇതാരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് പറഞ്ഞൊരു കാര്യമല്ല, ഒരു ഹിയർസേ അല്ല. ഇത് മന്ത്രിയുടെ ഭാര്യ തന്നെ കേരളത്തോടായി വളരെ നിസ്സംഗമായ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൽ പറയേണ്ടി വന്നത് കേരളം കേട്ടൊരവസ്ഥയാണ്. മന്ത്രി പത്നിക്ക് പോലും കേരളത്തിൽ ഒരു സ്ത്രീക്ക് ഇതാണ് അവസ്ഥ എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയുകയാണ്. ഇത്രയും ഒരു സാഹചര്യത്തിൽ പോലീസിനെ സമീപിച്ചപ്പോൾ പോലീസ് പോലും മന്ത്രിയുടെ പത്നിക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകിയില്ല എന്ന് മാത്രമല്ല, ആ പോലീസിനെ വിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടോ, കേസെടുത്തിട്ടുണ്ടോ, എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം? മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ തന്നെ പറയുകയാണ്, പോലീസിനോട് അഭ്യർത്ഥിച്ചു, മുഖ്യമന്ത്രിയുടെ മകൾ വീണയോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് പോലും വിളിച്ച് ഒരു മന്ത്രിയുടെ ഭാര്യ താണ് കേണ് കരഞ്ഞ് അപേക്ഷിച്ചിട്ടും അനങ്ങാപ്പാറ നയമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. മന്ത്രി ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്ന സമീപനമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ കേരളത്തിലെ സ്ത്രീകളെ വഞ്ചിക്കുകയാണ്. പിണറായി കാലം എന്നാൽ കണ്ണീർ കാലമാണ് എന്ന് മഹിളാ കോൺഗ്രസ് ഇന്നലെ വഞ്ചനാ ദിനമായി ആചരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം കൂടിയാണ്. ഞങ്ങൾ ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെയും അതേപോലെ തന്നെ വനിതാ നേതാക്കന്മാർ CPM-ന്റെ വനിതാ നേതാക്കന്മാർക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും ഒക്കെ ഈ കാര്യത്തിൽ CPM-നൊപ്പമാണോ, മുഖ്യമന്ത്രിക്കൊപ്പമാണോ, മന്ത്രി ഗണേഷ് കുമാറിനൊപ്പമാണോ, അതോ നീതി തേടി ശബ്ദിക്കുന്ന മന്ത്രിയുടെ ഭാര്യക്കൊപ്പമാണോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത് ആദ്യത്തെ സംഭവമല്ല എന്നും നമുക്കറിയാം. ഇതിനു മുൻപും മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വിഷയത്തിൽ ഇതിനു മുൻപും നിരവധി കാര്യങ്ങൾ നമ്മൾ ലജ്ജയോടെ കേരളം കണ്ടിട്ടുണ്ട്, തല കുനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുന്നു, മന്ത്രി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം. ഈ പറഞ്ഞ പരാതിയിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. മന്ത്രിയുടെ ഭാര്യയെ കയ്യേറ്റം ചെയ്തു, ആക്രമിച്ചു, ഫോൺ തട്ടിപ്പറിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മന്ത്രിയുടെ ഭാര്യ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലെല്ലാം മന്ത്രിയുടെ ഭാര്യയ്ക്ക് സംരക്ഷണം കൊടുക്കണം. ആ മന്ത്രിയുടെ ഭാര്യയുടെ വേദന ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതിന് തീർച്ചയായും ഒരു നടപടി ഉണ്ടാകണം എന്ന് ഉറക്കെ ഞങ്ങൾ പറയുന്നു. ഇനിയും പ്രണയം തുടരുമെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടൊരു വിഷയമായിട്ടാണ്, കോൺഗ്രസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളായിട്ടാണ് അദ്ദേഹം ഇതിനോട് പ്രതികരിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ ഭാര്യ ശ്രീമതി ബിന്ദു മേനോൻ കോൺഗ്രസ് ആണോ? കോൺഗ്രസ് പ്രതിനിധിയാണോ? അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ? കേരളം ഇപ്പോൾ കേട്ടതല്ലേ, ഞാനും നിങ്ങളുമൊക്കെ കേട്ടതല്ലേ മന്ത്രിയുടെ ഭാര്യ പറഞ്ഞത് എന്താണ്? അവിടെ ഇത്രയും മോശമായ ഒരു സാഹചര്യത്തിൽ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു, ഫോണിൽ ചിത്രീകരിച്ചു, പടം ഉൾപ്പെടെ, വീഡിയോ ഉൾപ്പെടെ, ഫോട്ടോ ഉൾപ്പെടെ എൻ്റെ പക്കലുണ്ട്, ഞാനത് പലർക്കും അയച്ചു കൊടുത്തു എന്ന് മന്ത്രി പറയുമ്പോൾ മന്ത്രിയുടെ ഭാര്യയെ ആക്രമിക്കുന്നത് പറഞ്ഞത് കോൺഗ്രസ് ആണോ? കോൺഗ്രസിൻ്റെ ആരെങ്കിലും ആണോ പറഞ്ഞത്? ഇപ്പം ഞാനും നിങ്ങളുമൊക്കെ കേട്ടത് മന്ത്രിയുടെ ഭാര്യ പറഞ്ഞത് തന്നെയല്ലേ? അപ്പോൾ ഇത്തരത്തിൽ സിനിമ ഡയലോഗ് ഇറക്കിയതുകൊണ്ട് കാര്യമില്ല. ഒരാളല്ല 5000 പേരോട് പ്രണയമുണ്ട് എന്നൊക്കെ പറയുന്നത് സിനിമയിലെ ആരെങ്കിലും സ്ക്രിപ്റ്റ് എഴുതി കൊടുത്താൽ മന്ത്രിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ പറയാം. ഇത് ജനങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് കൃത്യമായി പറയാൻ, ഇതിനെതിരെ നടപടിയെടുക്കാൻ എന്നുള്ളത് കേരള ഗവൺമെൻറ്റിൻ്റെ, ആഭ്യന്തര വകുപ്പിൻ്റെ, പോലീസിൻ്റെ ഇതുവരെയുള്ള സംഭവങ്ങൾ നിരീക്ഷിച്ചാൽ തീർച്ചയായും വലിയ വീഴ്ചയാണ് ആഭ്യന്തര വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത്തരക്കാരെ സംരക്ഷിക്കുക, സംരക്ഷണ കവചം ഒരുക്കുക എന്നുള്ളൊരു സമീപനം തന്നെയാണ് മുഖ്യമന്ത്രി എടുക്കുന്നത്. മുഖ്യമന്ത്രിയോട് തന്നെ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ആ ഭാര്യയുടെ കരച്ചിൽ മുഖ്യമന്ത്രി കേൾക്കുന്നില്ലേ? ആ ഒരവസ്ഥ മുഖ്യമന്ത്രി കാണുന്നില്ലേ? മുഖ്യമന്ത്രിയുടെ മകളോട് വീണയോട് ഇത് പറഞ്ഞു എന്ന് ആ മന്ത്രിയുടെ ഭാര്യ പറയുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിൻ്റെ വീട്ടിൽ തന്നെ അറിയിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇതുവരെയും അവർക്ക് ഒന്നും ലഭിക്കാത്തത് കൊണ്ടാണല്ലോ അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്നത് പറയേണ്ട ഒരവസ്ഥ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുന്നു, ഇത്
ഒരു സിനിമാ ഡയലോഗിൽ മന്ത്രി ഗണേഷ് കുമാറിന് സിനിമയിൽ പറയുന്ന പോലെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കൃത്യമായ നടപടി ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കേരളം പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം കൂടി 112 വിളിച്ചു എന്ന് പറയുന്നു. ഇതിലിപ്പോ എന്താ വെച്ചാൽ അവര് പരാതിയുമായിട്ട് ഇനി എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭാഷണം അവസാനിപ്പിക്കുന്നതൊക്കെ. അപ്പൊ ഈ 112 വിളിച്ചു കഴിഞ്ഞാൽ ഓർലി ഒരു പരാതി കൊടുത്തിട്ട് അത് അവഗണിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിനെതിരെ ഇനി മഹിളാ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവുമോ? തീർച്ചയായും 112 വിളിച്ചു കഴിഞ്ഞാൽ പോലീസിന് അങ്ങനെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് അത് അന്വേഷിക്കേണ്ടത്. അല്ലാതെ പോലീസ് ദേ വന്നു ദാ പോയി എന്ന് തരുന്ന സമീപനമാണോ പോലീസ് സ്വീകരിക്കേണ്ടത്? ഒരു സ്ത്രീക്ക്, ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും കേരളത്തിൽ നീതി ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ സുരക്ഷ എന്താണ് എന്ന് പോലും നമ്മൾ ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. മഹിളാ കോൺഗ്രസ് ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കും, പ്രതികരിക്കും. ഞങ്ങളോടൊപ്പം CPM-ന്റെ ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും ഒക്കെ അണിനിരക്കണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സമാനമായ ഒരു കേസ് ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അതേ ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ എന്താണ്? അതിപീഡകനായ ഈ നായകനെ ഇതിൽ നിന്നും പുറത്താക്കണം, മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ഇതിനെ ഒന്നും ലൈറ്റായി ഞാൻ മന്ത്രി ശ്രീ ഗണേഷ് കുമാറിൻ്റെ പത്രസമ്മേളനം മീഡിയ ഇൻട്രാക്ഷൻ കണ്ടു. വളരെ ലൈറ്റായി, വളരെ ലാഘവത്തോടുകൂടി ഇതൊന്നും എന്താ അതിലേക്ക് ഫോൺ വിളിക്കുന്നവർ പോലും ഭ്രാന്തുള്ളവരാണ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു പോലീസ് സംവിധാനത്തെ പോലും കേരളത്തിലെ ഒരു മന്ത്രി എത്ര പുച്ഛത്തോടെ കൂടിയാണ് കാണുന്നത് എന്നുള്ളത് പോലും ആ വർത്തമാനത്തിൽ നിന്നും തന്നെ വ്യക്തമാവുകയല്ലേ.